ആന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം തികമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൽ ഗുരുഭവനപുരീകന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഭഗവാൻ പാലാഴിയിൽ നിന്ന് അമൃതം നേടിയിട്ട് ആ അമൃതം ദേവന്മാർക്ക് സ്വന്തമായിട്ട് മാത്രമായിട്ട് നൽകി. മോദാൽ സുധാകലശു 4-ാമത്തെ ശ്ലോകം. യേശു ദദൽസു സാത്തം ദുശ്ചേഷ്ടിതം മമ സഹത്വം. ഞാൻ കാണിക്കുന്ന എന്തും നിങ്ങൾ കണ്ടോളുക, വേറെ വഴിയില്ല. എന്നെ നിങ്ങൾ നിർബന്ധിക്കുകയല്ലേ ചെയ്യണം. പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവദൈത്യ. ദേവന്മാരും അസുരന്മാരും വരിവരിയായിട്ട് ഇരിക്കപ്പെട്ടിരിക്കെ ആ ദേവന്മാർക്ക് മാത്രം ഭഗവാൻ അമൃതം ലീലാവിലാസഗതികളെ കൊണ്ട് അസുരന്മാരെ ഭ്രമിപ്പിച്ചു. സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണല്ലോ. ഒടുവിൽ കണ്ണു തുറക്കുന്നവനെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ണടച്ചിട്ടായിരിക്കണം. ഭഗവാൻ എന്താ ചെയ്യണതെന്ന് അവരറിയില്ല. അസ്മാസ്തിയം പ്രണയനീത്യസുരേഷു തേഷു ജോഷം തിദേഷ്ടത സമാപ്യ സുതാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദപരിപിഹിതസുതം ബലാവി. ഇങ്ങനെ ആ അസുരന്മാർ വിചാരിച്ചു, ഇവൾക്ക് നമ്മളോട് സ്നേഹം ജനിച്ചിരിക്കുന്നു, നമ്മളിൽ അവൾ അനുരക്തയാണ്, അവൾ നമ്മളെ ചതിക്കില്ല, അമൃതമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും, അവസാനം ഒരാൾക്കെങ്കിലും അവളെ സ്വന്താക്കുകയും ചെയ്യാലോ. തേഷു അസുരേഷു ഇയം, ഇവൾ നമ്മുടെ പേരിൽ സ്നേഹമുള്ളവളാണ് എന്ന് ചിന്തിച്ചു. എല്ലാവരും കണ്ണടച്ചിരുന്നു. ജോഷം സ്ഥിതേഷു സ്വതാ, മിണ്ടാതെ ഇരുന്നതായ സമയത്ത് ഭക്തലോകവശക, ഭക്തന്മാർക്ക് സ്വാധീനനായ, അവരുടെ കീഴിൽ വരുന്ന ഭക്തന്മാർ പറഞ്ഞതൊക്കെ കേൾക്കണം അവർക്ക്, ദേവന്മാർക്ക് സുധാം സുരേഷു സമാപ്യ, ഒക്കെ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തു. ഒറ്റ ലേശം അതിൽ അസുരന്മാർക്ക് ബാക്കി വെച്ചില്ല. സുധാം സുരേഷു സമാപ്യ, അവസാനിപ്പിച്ചു, ഒട്ടും ബാക്കിയില്ലാത്ത വിധം സുരേഷു ദേവന്മാർക്ക് ആ അമൃതം വിളമ്പിക്കൊടുത്തു. അർദ്ധപരിപീത സുധം സുർഭാനും നിജരൂപമേത്യ ബലാവി. വളരെ ഇങ്ങോട്ട് ചുരുക്കി കഥ ഒറ്റ 2-3 വാക്കിൽ ഒരു സംഗതി അങ്ങനെ കൊണ്ടുവന്നിരിക്കുക. പരിപീത സുധ എന്ന് പറഞ്ഞാൽ എന്താ? പകുതി മാത്രം സുധ കഴിച്ച രാഹുകേതുക്കൾ. ശരിക്കും അവരുടെ പേര് അസുരന്മാർ സ്വർഭാനു എന്നാണ്. സ്വർഭാനു എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടൊരസുരൻ ദേവൻ്റെ കപട വേഷം കെട്ടി ഈ സദസ്സിൽ കയറി കൂടി. ദേവനായാലേ അമൃത് കിട്ടുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ കണ്ണു തുറന്നു. മോഹിനി ഇല്ലെങ്കിലും വേണ്ടില്ല, അമൃതം എന്തായി നോക്കണമല്ലോ. കുറേ ഇപ്പം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരിക്കന്നെ, വേറൊരു അമൃതവും ഇല്ല മോഹിനിയും ഇല്ല. എന്നാൽ കണ്ണൊന്ന് തുറന്ന് നോക്കാം, ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടുമോ നോക്കാമല്ലോ. നോക്കുമ്പോൾ അമൃതമില്ല, മോഹിനിയില്ല, രണ്ടുമില്ല. എല്ലാവരോടും അവൻ പറഞ്ഞു, നമ്മളെല്ലാം വഞ്ചിക്കപ്പെട്ടിരിക്കണു. ആ കാപ്പട്ട വിഷ്ണു വേഷം കെട്ടി നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അസുരന്മാർ ഇനി കണ്ണു മൂടി അവിടെ ഇരിക്കുക ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, വേണച്ചാൽ തുറന്നോളിൻ, ഞാൻ പോവുകയാണെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണു തുറന്നു. എന്തോ ഒരു സംഗതി ഉണ്ട്, എത്ര നേരമായിട്ട് വിളമ്പിയില്ലല്ലോ. അവിടെ മോഹിനിയില്ല, വിഷ്ണുവില്ല. ദേവന്മാർക്ക് അമൃതമൊക്കെ വിളമ്പി കൊടുത്തതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സുർഭാനു കാപ്പട ദേവൻ്റെ വേഷം കെട്ടി ഈ കൂട്ടത്തിൽ കയറി. സൂര്യചന്ദ്രന്മാരവിടെ കാവലായിട്ട് നിൽക്കണു. അവർ ദേവനാണെന്ന് വിചാരിച്ചു. ആദ്യം കയറിയിരുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ദംഷ്ട്ര കണ്ടു എന്നാണ്. അയവന്മാർക്ക് ദംഷ്ട്ര ഉണ്ടാവില്ലല്ലോ. അവർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, കാപട്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കാതെ അസുരനെ കയറ്റി വിട്ടതാണ്, ആയിക്കോട്ടെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് സുദർശന ചക്രം കൊണ്ട് ഈ സുർഭാനുവിനെ വധിച്ചു. അതാണ് രാഹുകേതുക്കളായിട്ട് മാറിയത്. 2 കഷ്ണമായി, ഉടലൊരു കഷ്ണം, തല വേറൊരു കഷ്ണം.
ആണ് രാഹു കേതു. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രൻ രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. രാഹു കേതു ശരിക്കും പറയാച്ചാൽ ഈ 7 ഗ്രഹങ്ങളിൽ ലേശം വ്യത്യസ്തമാണ്. അത് പൂർണ്ണ ആകൃതിയില്ല അവർക്ക് എന്നാണ്. തല മാത്രവും ഉടൽ മാത്രവും. നവഗ്രഹങ്ങൾ നമ്മൾ പറയുന്നു 9 എണ്ണത്തിൽ എത്രയേ ഉള്ളൂ. എന്തായാലും ഒരു രൗദ്രരൂപമാണ്. അങ്ങനെ 2 ഗ്രഹങ്ങളായിട്ട് അവ മാറി മരിച്ചില്ല. എന്താ മരിക്കാണ്ടിരിക്കാൻ കാരണം? തല പോയാൽ മരിക്കണ്ടേ? അമൃതം കുറച്ചകത്ത് പെട്ടിരിക്കണു, അതുകൊണ്ടാണ് അവർ മരിക്കാണ്ടിരുന്നത്. അകത്ത് പെട്ടാൽ മരിക്കില്ല, അതുകൊണ്ട് അവർക്ക് മരണം സംഭവിച്ചില്ല. 2 കഷ്ണത്തിനും ജീവനുണ്ടായി. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചൊരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ ഒരു കഷ്ണം മാത്രമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാലേ. എല്ലാ അവയവങ്ങളും ഉണ്ടായിട്ട് തന്നെ ഇപ്പോൾ ജീവിതത്തിൻ്റെ സ്ഥിതി എന്താ? അപ്പോൾ ഒരു കഷ്ണമാകുമ്പോൾ ഒരു ചെറിയൊരു ശാപമോക്ഷം അവർക്ക് കൊടുത്തു. വളരെ വർഷങ്ങൾ കൂടുമ്പോൾ നിങ്ങൾക്ക് സൂര്യചന്ദ്രന്മാരെ ഒന്ന് ഇതിന് പകരം വീട്ടാൻ അവസരം കിട്ടട്ടെ. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഇതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് കഥയിൽ കൂടെ കാണിച്ചു. ഇത്രയേ ഉള്ളൂ. ചിലതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുവരെ വന്ന് വിഴുങ്ങുകയാണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? കഥാരൂപത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ്. നിഴൽ വീഴുകയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എന്തായാലും ഇതുണ്ട്, ഉറപ്പാണല്ലോ. അപ്പം അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാവുന്നത് എന്ന് ചിലർ പറഞ്ഞു വരുന്നു. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ അസ്മത്വം ഭക്തലോക സുർഭാനും അർദ്ധപരിപീത സുതാം. പകുതി കഴിച്ച അമൃത്. എന്താ പകുതി കഴിച്ച? തൊണ്ടയെന്നാണ് ഇറങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവിടേക്ക് എത്തിയിട്ടില്ല, വയറിലേക്ക് എത്തിയിട്ടില്ല. അതാണ് പകുതി കഴിച്ചത്. സുർഭാനും അർദ്ധപരിപീതം. അർദ്ധപരിപീതം പകുതി കുടിക്കുക. പീതം എന്ന് പറഞ്ഞാൽ കുടിക്കുകയാണ്. അമൃതം ദ്രവമാണോ ഖരാണോ നമുക്ക് നിശ്ചയില്ലല്ലോ. എന്തായാലും അർദ്ധപരിപീതമാണ്. പകുതി അവർ കഴിച്ചതുകൊണ്ട് മരിച്ചില്ല. വ്യലാവി കൈ കൊണ്ട് ശിരസ് അറുത്ത് കളഞ്ഞു. ദേഷ്യം വന്നിട്ട് കാപട്ടി എൻ്റെ മുമ്പിലോ പറഞ്ഞിട്ട് ഭഗവാൻ ചക്രം കൊണ്ട് ഹനിച്ചു. വ്യലാവി തല വേറെ ഉടൽ വേറെ. പക്ഷെ അവർ അമൃതം കുറച്ച് അകത്തേക്ക് ചെന്നതുകൊണ്ട് മരിച്ചില്ല. അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. രാഹു കേതു ഈ 2 ദശയിലുള്ളവർക്കും വിഷമങ്ങളുണ്ടാവും. അസ്മാശ്രിയം പ്രണയനീത്യസുരേഷു തേഷു. നമ്മളിൽ ഇവൾ അനുരക്തയാണ് എന്ന് ചിന്തിച്ച് അസുരന്മാർ ഒന്നും പ്രതികരിച്ചില്ല. കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നും പറഞ്ഞ് കാത്തിരുന്നു. യോഷം തിദേഷ്ടത സമാപ്യ സുതാം സുരേഷു ദേവന്മാർ. ആ ദേവന്മാരിൽ അസുരം കൊടുത്ത് മുഴുവൻ അവസാനിപ്പിച്ചു. അതിൻ്റെ ഇടയിലാണ് ഈ സുർബാനു കയറിക്കൂടിയത്. ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ. ഭക്തന്മാർക്ക് വശകനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ആ സദസ്സിൽ സുർബാനു കയറിക്കൂടി. സുർബാനു എന്ന അസുരൻ്റെ പേര്. സുർബാനും അർദ്ധപരിപീതം സുധം വ്യലാവി. പകുതി കഴിച്ച സുതയോടുകൂടി ശിരസ് അറുക്കപ്പെട്ടു. അങ്ങനെ അവർ മരിച്ചില്ല. വളരെ കാലത്തിന് ശേഷം സൂര്യചന്ദ്രന്മാരോട് പക പോക്കാനൊരവസരം അവർക്ക് കൊടുക്കുകയും ചെയ്തു. ശിരസ് അറുത്ത് കളഞ്ഞു. വ്യലാവി തത്തസ്തുദാഹരണയോഗ്യബലം പരേഷു ദത്വാ ഗതേ ത്വയസുരേഖലു ദേവ ഗൃണ്ണൻ കോരേത മൂർച്ഛതിരണേ ബലിദേത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമികാഭിരാസീത്. ഇങ്ങനെ ധന്വന്തരിയായിട്ടുള്ള അവിടുത്തെ പക്കൽ നിന്ന് അമൃതം തട്ടിക്കൊണ്ടുപോയ തെറ്റ് ചെയ്തവരാണ് അസുരന്മാർ. ചെയ്യാൻ പാടുമോ? 2 കൂട്ടർ അധ്വാനിച്ചുണ്ടാക്കിയല്ലേ നേട്ടം, തുല്യമായിട്ടല്ലേ എടുക്കേണ്ടത്. അതുകൊണ്ട് എന്തുണ്ടായി? അർഹതപ്പെട്ടതും കൂടി അവർക്ക് കിട്ടിയില്ല. അനർഹമായിട്ടുള്ളതും കൂടി കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അർഹതപ്പെട്ടതും കൂടി കിട്ടാതെയുക ചെയ്ത്. വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോകാമെന്ന് പറയും ഇല്ലേ? അപ്പോൾ അനർഹമായിട്ടുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നാൽ അത് ഉള്ള സ്വത്തിനെയും കൂടി നശിപ്പിക്കും എന്നൊരു തത്വം നിന്ന് പഠിക്കാമെന്ന് പറയണു. അർഹത ആയിട്ടുള്ളത് മാത്രമേ കയ്യിൽ നിൽക്കുള്ളൂ. അനർഹമായിട്ടുള്ളത് വച്ചാൽ അർഹത ഉള്ളതും കൂടി അത് കൂടെ പോവും.
ഇതെത്രയോ അനുഭവം ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം. അപ്പം ആ ഒരു തത്വ സുധാകരണ യോഗ്യബലം, അമൃതം മോഷ്ടിച്ചോടുകയാണ് ഇവർ ചെയ്തത്. നീചപ്രവൃത്തി. പരേഷു ദത്വ അസുരന്മാർ, പരേഷു അസുരന്മാർക്ക് നൽകി ഭഗവാൻ. ഒറ്റ ലേശം അമൃത് കൊടുത്തില്ല. സുർബാനുവിൻ്റെ കഴുത്ത് വെട്ടപ്പെടുകയും ചെയ്തു, മുറിക്കപ്പെടുകയും ചെയ്തു. ഗതേ ത്വസുരേ കലുദേവഗൃഹൻ. അസുരന്മാരാകട്ടെ വളരെയേറെ കുപിതരായി, സങ്കടവും ദേഷ്യവും നിരാശയും. ദേഷ്യം വന്നു, അവരെ കാണിച്ചു കൊടുക്കാം. അസുരന്മാരെ ദേവന്മാരെ യുദ്ധം ചെയ്തു. നമ്മുടെ ശക്തി എന്താണെന്ന് അവർ അറിയണമല്ലോ. എന്നും പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ഇപ്പം കാണിച്ചു കൊടുക്കുക അതിനുള്ള മറുപടി. അതരണേ ഘോരേ മൂർച്ഛതി. ഘോരമായിട്ടുള്ള യുദ്ധം ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായി. ഘോരേ രണേ മൂർച്ഛതി. ഘോരമായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി. ഘോരേത്തെ മൂർച്ഛതിരണേ ബലിദേത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമികാവിരാസി. പലതരത്തിലുള്ള മായാപ്രയോഗം അസുരന്മാർ ചെയ്തു. ദേവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയിരിക്കുകയോ എന്ന് വിചാരിച്ച് അപ്പം അവിടെ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ദേവന്മാരെ രക്ഷിക്കുകയും ചെയ്തു. ത്വമികാവിരാസി. അവിടെ ആവിർഭവിച്ച ദേവന്മാരെ സഹായിച്ചു. ഘോരേത മൂർച്ഛതിരണേ, ഘോരേ രണേ മൂർച്ഛതി. ഘോരമായിട്ടുള്ള രണം യുദ്ധം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? മായാപ്രയോഗങ്ങൾ അസുരന്മാർ പ്രയോഗിച്ചു. അവരെ രക്ഷിക്കാനായി കൊണ്ട് ഭഗവാൻ അവിടെ അവതരിക്കുകയും ചെയ്തു. സുധാഹരണയോഗ്യഫലം. ആ അമൃതം മോഷ്ടിച്ചതിന് തക്ക ശിക്ഷ അസുരന്മാർക്ക് നൽകി. ഒറ്റ ലേശം കൊടുത്തില്ല. അതിൽ ദേഷ്യം വന്നു. ദത്വാ ഗതേ. അതും കഴിഞ്ഞിട്ട് അങ്ങാട് പോയി. ത്വയി സുരേ ഖലു ദേവഗൃഹൻ. വളരെയധികം യുദ്ധം അവർ തമ്മിലുണ്ടായി. ഘോരേത മൂർച്ഛതിരണേ. ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായപ്പോഴോ ബലി മുതലായിട്ട്, മഹാബലിയാണ് ബലി എന്ന് പറഞ്ഞാൽ, മായ പ്രയോഗിച്ചു. എങ്ങനെയെങ്കിലും ദേവന്മാരെ തോൽപ്പിക്കണം, എന്ത് മാർഗത്തിലും. ബലി ദൈത്യമായ വ്യാമോഹിതേ. ആ മഹാബലിയും മറ്റും മായാൽ ദേവന്മാരെ മോഹിപ്പിച്ചപ്പോൾ, മോഹിതേ സുരഗണേ, സുരഗണം ദേവന്മാർ, ആ ദേവന്മാരെ മോഹിപ്പിച്ചപ്പോൾ ത്വമികാവിരാസി. അങ്ങ് വന്ന് സർവേശ്വര അവരെ രക്ഷിച്ചല്ലോ. എപ്പോൾ വേണമെങ്കിലും രക്ഷിക്കുക. ഏത് വിഷമത്തിൽപ്പെട്ടാലും അപ്പോഴൊക്കെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ ഭക്തന്മാരെ രക്ഷിക്കുന്ന ആളല്ലേ ഗുരുവായൂരപ്പ അവിടുന്ന് എന്ന് ചോദിച്ചിട്ടാണ് ആ ശ്ലോകങ്ങൾ അവസാനിപ്പിച്ചത്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.